गुजर गया वो जमाना जैसा जैसा ജൽജെ നിനക്ക് നാളെ ജോലിക്ക് ചേർന്നാ പോരെ? ഇന്നത്തെ രാത്രിയും കൂടി നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞിട്ട് പോകാം. എന്താ? പോരാ, ഇപ്പോൾ തന്നെ ചെല്ലാനാ പറഞ്ഞത്. ഇതൊക്കെ ആരാ വാങ്ങിച്ചെന്നേ? സുന്ദരേശൻ വക്കീലായിരിക്കും അല്ലേ? അല്ല, മഹാറാണി പണം തന്നു. അപ്പോ ആ ജോലിക്കാരും സുന്ദരേശൻ വക്കീൽ സമ്മതിച്ചോ? സമ്മതിപ്പിച്ചു. എങ്ങനെ സമ്മതിപ്പിച്ചേ? അതൊന്നും വിക്രമൻ അറിയണ്ട. ശരിയാ, അതൊന്നും ഞാൻ അറിയണ്ട. ഇനിയിപ്പോ ജലജയുടെ താമസം അവിടെ ആയിരിക്കൂല്ലേ? അമ്മായിയുടെയും ആ പേരക്കിടാവ് അശ്രീരത്തിന്റെയും കൂടി ഇല്ലേ? അതെ. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? ചോദിച്ച കേട്ടില്ലേ, ഞാൻ എന്ത് ചെയ്യും ജലജെ? എനിക്കറിയില്ല. കൈവിടൂ. ഇറ്റ് ഈസ് പെയിനിങ്. ഇതിലും കൂടുതൽ ഞാൻ വേദനിപ്പിക്കുന്ന നോക്കിക്കോളൂ. ജലജ ഞാൻ വിടില്ല. വിടൂ. നീയും അശ്വര്യനും തന്നെയാ. അങ്ങനെ തന്നെയാ. നല്ല പെൺകുട്ടികള് ആണുങ്ങളെ തല്ലുവോ? നിനക്കാ വക്കീല് മതിയായിരിക്കും. ഞാൻ നിനക്കൊന്നും അല്ലല്ലോ. വിക്രമ, എനിക്ക് വിക്രമനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. പിള്ള വന്ന് പറഞ്ഞപ്പോൾ വിക്രമൻ എല്ലാം സമ്മതിച്ചതല്ലേ? നമുക്ക് വലിയ പണക്കാരാകാം. അപ്പോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ ജലജ പറയണേ? ഇത് കയ്യിൽ വെക്കൂ. ഇതുകൊണ്ട് എങ്ങനെ കഴിഞ്ഞൂടും ജലജെ? പോരെങ്കിൽ എന്തെങ്കിലും ജോലി എടുത്തൂടെ? ജോലിയോ? എനിക്കോ? എനിക്ക് എന്ത് ജോലി അറിയാം? ഇത്രയും കാലം ജോലി ചെയ്തിട്ടാണോ ഞാൻ കഴിഞ്ഞേ? ജലജയല്ലേ എന്നെ നോക്കിയേ? അതാ അന്ന്. ഇപ്പോഴിങ്ങനെ. എനിക്കിപ്പോ പണം ഒന്നും വേണ്ടെങ്കിലോ? പണം ഉണ്ടായാ കുഴപ്പമുണ്ടാവും. നമ്മൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ എന്ത് സുഖമായിട്ടാണ് കഴിഞ്ഞിരുന്നത്. അന്ന് ജലജയുടെ ശമ്പളം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈയിടെയായി എപ്പോഴും പണം വേണം പണം വേണം എന്നൊരു ജവേ ഉള്ളൂ. വിക്രമന് എന്തിനാ പണം? തരാൻ ഞാനില്ലേ? ബൈ. सब कुछ लुटा के होश में आए तो क्या किया दिल ने